ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളെ വീടിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലംബിങ് ചെയ്യാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്ലംബിങ് ചെയ്യുന്നതിനുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നത്. സാധാരണ കോമൺലി ഉപയോഗിക്കുന്നത് ASTM വരുന്ന പൈപ്പുകളുണ്ട്, അതല്ലാതെ സാധാ PVC വരുന്നുണ്ട്, പിന്നെ CPVC പൈപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമുക്ക് വ്യക്തമായിട്ട് നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ട ഈ ഏരിയ എന്ന് പറയുന്നത് കണ്ട ഇത് നമ്മൾ സാധാരണ കണ്ടിരിക്കുന്ന PVC. ഇതാണ് സാധാരണ കോമൺലി എല്ലാ ആളുകളും യൂസ് ചെയ്യുന്ന PVC മെറ്റീരിയൽ. ഇത് നമ്മൾ ASTM പൈപ്പുകൾക്ക് വരുന്ന മെറ്റീരിയൽസ് ആണ്. ആ കളർ തന്നെ കണ്ടാൽ വ്യത്യാസം അറിയാൻ പറ്റും. UPVC ASTM പൈപ്പുകളാണ് വരുന്നത്. അതായത് ഹൈ ലെവലിൽ വരുന്ന പ്രഷർ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ASTM ഉപയോഗിക്കുന്നത്. പ്രഷറിൽ വാട്ടർ ലൈനിൽ വരുന്ന നമുക്ക് പ്രഷർ പമ്പ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ASTM നമുക്ക് കറക്റ്റായിട്ട് എഴുതിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രഷർ ലൈനിൽ വരുന്ന ഏരിയകളിലെല്ലാം തന്നെ നമ്മൾ ASTM ആണ് സാധാരണ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ കോസ്റ്റ്ലി ആണ്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ നമുക്ക് അത്യാവശ്യം എമൗണ്ട് മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ASTM വെച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെ വരുന്ന സാധാ PVC നമ്മൾ കണ്ടു. സാധാ PVC തന്നെ ഹൈ ക്വാളിറ്റി ഉണ്ട്. അത് ഉപയോഗിച്ച് ചെയ്താൽ യാതൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളും ഒന്നും തന്നെയില്ല. പിന്നെ വേറൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം എമൗണ്ട് കൂടുതൽ മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ASTM വെച്ച് ചെയ്യാം. പിന്നെ വരുന്ന മെറ്റീരിയൽസാണ് CPVC പൈപ്പ് വരുന്നത്. CPVC എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചവെള്ളത്തിന് സെപ്പറേറ്റും ചൂടുവെള്ളത്തിന് സെപ്പറേറ്റും പൈപ്പുകളാണ് നമ്മൾ സാധാരണ കോമൺലി ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PPR പൈപ്പുകൾ വരുന്നുണ്ട്. PPR പൈപ്പുകൾ ഗൾഫ് അതുപോലെ രാജ്യങ്ങളിലെല്ലാം തന്നെ PPR പൈപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്ര ഡിഗ്രിയിൽ 300-350 ഡിഗ്രിയിലാണ് ചൂടാക്കിയതിന് ശേഷം പൈപ്പും അതുപോലെ തന്നെ എൽബോ രണ്ടും കൂടി ഒന്നിച്ച് വെച്ചതിന് ശേഷം പശ യൂസ് ചെയ്യാതെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹൈ ക്വാളിറ്റി അതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സാധാ പൈപ്പുകളാണ്, സാധാ PVC തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അതും മതിയാവും, നമുക്ക് ശരിക്കും അത് മതിയാവും നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നിറം വ്യത്യാസം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മറ്റൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. UPVC അതുപോലെ തന്നെ ASTM പൈപ്പുകളുടെ അതുപോലെ തന്നെ കപ്ലിങ്ങുകൾ 45 ഇത് 45 കപ്ലിങ്, പിന്നെ T വരുന്നുണ്ട്. നമ്മൾ സാധാരണ പൈപ്പിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ തന്നെ എല്ലാ ഫിറ്റിങ്സും വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി അതുപോലെയുള്ള മെറ്റീരിയൽസൊക്കെ നല്ല ഹാർഡ് മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പശ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. പശ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് തന്നെ വ്യത്യാസമുണ്ട്. സാധാ PVCക്ക് ഉപയോഗിക്കുന്ന സോൾവെൻറ്റിനേലും അത് വ്യത്യാസം വരുന്നുണ്ട്. സാധാ PVCക്ക് ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് വേറെ, ഈ UPVC അല്ലെങ്കിൽ ASTM പൈപ്പുകൾക്ക് ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് വേറെ, അതുപോലെ തന്നെ നമ്മുടെ CPVC പൈപ്പുകൾക്ക് ഉപയോഗിക്കുന്ന പശ വേറെ. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയൊക്കെയുള്ളതാണെന്ന്. നിങ്ങൾ ഈ പ്രൊഡക്ട്സുകളെല്ലാം തന്നെ, അതായത് ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ സാധാ PVC വെച്ച് നോക്കുന്ന സമയത്ത് ASTM പൈപ്പുകൾക്കും ഫിറ്റിങ്സുകൾക്കും റേറ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ASTM ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സാധാ നോർമൽ ലെവലിലുള്ള PVC ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇനി PVCയിൽ തന്നെ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി കിട്ടണമെങ്കിൽ PN60 അതുപോലെ തന്നെ മെറ്റീരിയൽസ് വരുന്നുണ്ട്. PN60 മെറ്റീരിയൽസ് കണ്ടോ, ഈ കാണുന്നതെല്ലാം രണ്ട് കളർ തന്നെ, PVC തന്നെ രണ്ട് കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നോർമൽ ലെവലിൽ ഉള്ള PVC മെറ്റീരിയൽസും വരുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ PN60 വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും വരുന്നുണ്ട്. അതായത് ഗ്രേഡാണ് വരുന്നത്, അതായത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസിൻ്റെ ഗ്രേഡാണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന CPVC പൈപ്പുകളുടെ മെറ്റീരിയൽസാണ്. ഇത് 45 CPVCയുടെ 45 ആണ് ഉപയോഗിക്കുന്നത്. ഇനി ചൂടുവെള്ളത്തിന് തന്നെ അതല്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പൈസ മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ASTM പൈപ്പ് വേണമെന്ന് നിർബന്ധമില്ല. ഫുൾ നമുക്ക് വേണമെങ്കിൽ CPVC ഉപയോഗിച്ചിട്ട് ചെയ്യാം. 1 ഇഞ്ച്, 1/4 ഇഞ്ച്, അതുപോലെ തന്നെ 2 ഇഞ്ച്, 2.5 ഇഞ്ചൊക്കെ പൈപ്പുകൾ CPVC നമുക്ക് അവൈലബിൾ ആണ്. ഓർഡർ ചെയ്ത് വരുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. 2 ഇഞ്ച് പൈപ്പുകളൊക്കെ ഓർഡർ ചെയ്ത് വരുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓരോന്ന് കണ്ടോ, 3 ഫിറ്റിങ്സും 3 ലെവലിൽ വന്നാണ്. അത് ഹോട്ട് വാട്ടറിൻ്റെ വരുന്നത് 45. ഈ കപ്ലിങ് വരുന്നത് ASTMൻ്റെ. പിന്നെ ഇത് സാധാ PVCയുടെ 1.5 ഇഞ്ച് PVCയുടെ എൽബോ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ 3 ഫിറ്റിങ്സുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അതിൻ്റെ പശകൾ കാര്യങ്ങളൊക്കെ സോൾവെൻറ്റുകൾ വ്യത്യാസമുണ്ട് കണ്ടോ. ഇത് നമ്മൾ സോൾവെൻറ്റ് സാധാ സോൾവെൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ ASTMന് പൈപ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉപയോഗിക്കുന്ന സോൾവെൻറ്റുകളുണ്ട്. കണ്ടോ, രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം കാണാൻ സാധിക്കുക. ടിന്ന് തന്നെ വ്യത്യാസം കണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ASTMൻ്റെ വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കണം, CPVCക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കണം. അത് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഉപയോഗിക്കുന്ന അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. PVC സോൾവെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് അടുത്ത മെറ്റീരിയൽസ് കണ്ട, ഇത് നമുക്ക് അതിൻ്റെ അകത്ത് കണ്ട അതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ASTM പൈപ്പുകൾക്ക് ഉപയോഗിക്കുന്ന സോൾവെൻറ്റ്. അങ്ങനെ കറക്റ്റായിട്ട് മെറ്റീരിയൽസ് ഏത് മെറ്റീരിയൽസിനാണ് ഏത് പൈപ്പിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്.
പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സി പി വി സിയുടെ സോൾവെൻ്റാണ് ഈ കാണുന്നത്. സി പി വി സിയുടെ സോൾവെൻറ്റ് നമ്മൾ സാധാരണ കാണാറുള്ള പോലെ തന്നെയാണ് സി പി വി സിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ക്യാൻ വരുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് നമ്മുടെ 3 ടൈപ്പ് പശകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് ഓരോന്നിനും കുറച്ചുകൂടി റേറ്റ് കാര്യങ്ങൾക്കൊക്കെ കൂടുതലും കാര്യങ്ങൾ ASTM അതുപോലെ തന്നെ CPVC ഒക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ അത്യാവശ്യം റേറ്റ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മുടെ വാൽവുകൾ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ 3 ടൈപ്പ് പൈപ്പുകളും അതിൻ്റെ ഫിറ്റിങ്സുമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇനി അതുപോലെ തന്നെ ഈ ASTM പൈപ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട്, അതുപോലെ തന്നെ CPVCനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, കൂടുതൽ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. എന്നാലും മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുള്ളൂ. ആവശ്യമുള്ള ആളുകളിലേക്ക്, ഒരുപാട് ആളുകളിലേക്ക്, ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.